ദാ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് കാപ്പിയൊക്കെ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്ന സമയം കൊണ്ട് എളുപ്പം ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു സാധനമാണ്. ചൂടാ എന്നാലും ഞാൻ കാണിച്ചു തരാം. എന്താ എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാവുന്ന. ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. നമ്മൾ ഓർത്തിരിക്കുന്നതേ ഈ പർപ്പിടകം ചോറിന് കൂട്ടാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അല്ലേ? എന്നാ ഇത് വെച്ച് വേറെ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു സവാളയും ഒരു ചെറിയ പച്ചമുളകും അല്പം ഇഞ്ചിയും കൂടി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞൊന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം വഴറ്റി എടുത്തിട്ടുണ്ട്. വഴറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നോടനെ പൊട്ടറ്റോയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അല്പം ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വഴറ്റിയെടുത്താണ്. ഇതിപ്പോ നല്ല ചൂടാവുന്ന തണുത്ത് വരണേ. ഇതെല്ലാം ഇപ്പൊ ഒരുവിധം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈസിയാണ് കേട്ടോ. ഇത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെക്കാം. അല്പം മൈദയാണ് വെള്ളം കൂടെ ചേർത്തൊന്ന് കുഴച്ചു വെച്ചിരിക്കുക. അതിങ്ങനെ സൈഡിലോട്ടൊന്ന് തേക്കണം. ഒന്ന് ഒട്ടിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഈസി അല്ലേ? ഞാനിപ്പോ പൊട്ടറ്റോ വെച്ചെടുത്ത് നിങ്ങൾക്ക് മീറ്റോ ഫിഷോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ചെയ്യാവുന്ന കേട്ടോ. എങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇതുപോലൊന്ന് ഒട്ടിച്ചു വെക്കും. ഇതേപോലെ ബാക്കിയും കൂടെ ചെയ്യും. ഒത്തിരി ഉണങ്ങിപ്പോയ പപ്പടം എടുക്കല്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ളതുണ്ടല്ലോ അത് വേണം, അല്ലെങ്കിൽ ഇത് ഒട്ടാൻ എളുപ്പം പാടാണ്. ഇതുപോലെ പപ്പടം എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാവേ. ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്യണം. പപ്പടം ആയതുകൊണ്ട് എളുപ്പം ഫ്രൈ ആയി കിട്ടുമല്ലോ. ഓയിൽ ചൂടായിട്ട് കിടക്കുവാണേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. മൂത്ത് വന്നിട്ടുണ്ട്. ഇത് എടുക്കാവേ. ഇപ്പോഴാണ് എണ്ണ കറക്റ്റ് ചൂടായത് കേട്ടോ. ഓർത്തോണേ, എണ്ണ നല്ലതുപോലെ ചൂടായിട്ടേ ഇടാവേ. കണ്ടോ, ഇത് നല്ലതുപോലെ പുള്ളിക്കിട്ടി. ഇതിന്റെ ആ ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ, അതാ ടേസ്റ്റ്. എന്ത് എളുപ്പമാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തതല്ലേ? നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ.